എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള സമീപനം എന്താണെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. നമുക്ക് ഒന്നാമത്തെ ഫയലായ പുഷ്പം ഇലയോടുകൂടിയ ഈ പുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സമീപനം എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരു സാധാരണ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയോടുള്ള അതേ ഇഷ്ടം നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി സ്നേഹം ആ വ്യക്തി നിങ്ങളോട് കാണിച്ചു. അങ്ങനെ യാതൊരു തരത്തിലുള്ള അലോസരങ്ങളും ഇല്ലാതെ, ജീവിതത്തിലൊരു സ്വാർത്ഥതയുമില്ലാതെ ജീവിതം മുന്നോട്ട് പോയി. ജീവിതം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി. എന്നെന്നും നിങ്ങൾ ആത്മാർത്ഥതയോടെ ആ വ്യക്തിയെ സ്നേഹിച്ചു. ആ വ്യക്തിയുടെ അനിഷ്ടങ്ങളനുസരിച്ച് ജീവിച്ചു. ഒരു അവകാശവാദം ഉന്നയിക്കാതെ നിസ്വാർത്ഥമായി അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു. ആ സ്നേഹം ആരും തടയാനും വന്നില്ല, ആർക്കും അത് തടയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവർ നിങ്ങളുടെ സഹായികളാണ്, നിങ്ങളുടെ അഭ്യുതകാംക്ഷികളാണ്, നിങ്ങളുമായി ബന്ധമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, ആത്മാർത്ഥമുള്ളവരുമാണെന്നുള്ള വ്യാജേനെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അടങ്ങുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അലോസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ അലോസരങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായി. ആ പ്രതിസന്ധികൾക്ക് നടുവിലിപ്പോൾ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിരാശ തോന്നും. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ നിരാശയുണ്ടായി? ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ നയവും ആദ്യം മാറ്റേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിലോ സ്നേഹിക്കണമെങ്കിലോ ആരെങ്കിലും സഹായിക്കണമെങ്കിലോ ഒക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ വരുന്നവർ അതിന് അർഹരാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി നോക്കേണ്ടതായിരുന്നു. എല്ലാവരെയും ഒരേ തലത്തിൽ കാണുന്ന നിങ്ങളുടെ സമീപനം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളുണ്ടാക്കി. പക്ഷെ നിങ്ങളുടെ നന്മയുടെ ബലം, നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ ശക്തി ഉള്ളതിനാൽ നിങ്ങളൊരിക്കലും പരാജയപ്പെടുകയില്ല. അങ്ങനെ ഒരു പരാജയവും നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ല. കാരണം നിങ്ങളെ ഇഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് നിങ്ങളെ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇടയിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ക്ഷണികമായിരുന്നു. ആ പ്രശ്നം ഉണ്ടാക്കിയവർ തന്നെ അത് ഇട്ടേച്ച് പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ശുദ്ധഗതിയും ഒരാളെ മുഖതാവിൽ തന്നെ വിശ്വസിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സമീപനങ്ങളും മാറ്റേണ്ടതാണ്. അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിങ്ങളുടെ ആ ഈശ്വര ചൈതന്യം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. തിരിച്ചാ വ്യക്തി എത്തുകയും ചെയ്യും. അടുത്തതായിട്ട് രണ്ടാമത്തെ പോലെ ഈ പുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ വ്യക്തിയെ നിങ്ങൾ അന്ന് കണ്ട അന്ന് മുതൽ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുണ്ട്. പക്ഷെ ആ വ്യക്തി നിങ്ങളെ പരിഗണിച്ചില്ല. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാതിരുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം ഒരുപാടുണ്ടായിരുന്നു. ആ വ്യക്തിയോടുള്ള ഇഷ്ടം ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളെപ്പോഴും ആ വ്യക്തിയെ സ്നേഹിച്ചു കൊണ്ടേയിരുന്നു, ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ആ വ്യക്തി നിങ്ങളോട് ചെയ്തതും കാണിച്ചതും വ്യത്യസ്തമായിരുന്നു. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ആ വ്യക്തി വിചാരിച്ച് നിങ്ങളെക്കാൾ മികച്ചത്, നിങ്ങളെക്കാൾ നല്ലത്, നിങ്ങളെക്കാൾ നിലവാരമുള്ളത് തനിക്ക് ലഭിക്കുമെന്നാണ്. നിങ്ങളെ പലപ്പോഴും പുച്ഛത്തോടെ കണ്ടു. നിങ്ങളുടെ ആത്മാർത്ഥവും നല്ലതുമായ ഇഷ്ടം, ഏറ്റവും നിഷ്കളങ്കമായ ഇഷ്ടത്തെ ആ വ്യക്തി പലപ്പോഴും അവഗണിച്ചു. അത് നിങ്ങൾക്ക് വേദനയുണ്ടായി. എന്തുകൊണ്ടാണ് എന്നെ എപ്പോഴും ഇങ്ങനെ അവഗണിക്കുന്നത്? ഞാൻ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആ വ്യക്തിക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ കഴിഞ്ഞുകൂടുകയും ചെയ്ത ഒരാളാണ്. ഞാൻ ആ വ്യക്തിയോട് ചെയ്ത ഒരേ ഒരു സമീപനം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ വെറുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ദുഃഖമായി.
പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തെളിഞ്ഞു വരികയാണ്. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ എതിർത്താലും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം കൂടി വരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റങ്ങളാകാം. വിദ്യാഭ്യാസപരമായിട്ടോ തൊഴിൽപരമായിട്ടോ സാമ്പത്തികമായിട്ടോ നിങ്ങൾക്കുണ്ടായ ഒരു മുന്നേറ്റമോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഇട്ടിരിക്കുന്ന ഒരു ആകർഷണം, ആ ആകർഷണത്തിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ശോഭയുള്ളതായി മാറുന്നു. നിങ്ങളെ കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു, ആ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹം തോന്നുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും താല്പര്യമുള്ള ഒരാളായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാറുകയാണ്. അത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.